അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സ്മാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്തെ സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫറായ 20% ഡിസ്കൗണ്ട് ഉൾപ്പെടെ വെറും 3999 എന്ന നിസ്സാരമായ പ്രൈസിൽ. ഹലോ ഫ്രണ്ട്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റിൻ്റെ എക്സാമിൻ്റെ സിലബസ് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സിലബസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാറ്റഗറി നമ്പർ 630/2023 ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. സ്കെയിൽ ഓഫ് പേ വരുന്ന 56,000 തൊട്ട് 1 lakhന് അബോവ് ആണ്. നോട്ടിഫിക്കേഷൻ ടൈമിൽ നമ്പർ ഓഫ് വേക്കൻസീസ് സ്പെസിഫൈ ചെയ്തിരുന്നത് 3 ആയിരുന്നു. അപ്പോൾ പ്രിപ്പയർ ചെയ്തിരുന്ന സ്റ്റുഡൻസിന് അറിയാം, നമ്മൾ കഴിഞ്ഞ മുൻ വർഷത്തെ എക്സാമിൻ്റെ സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്തവർക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന സിലബസ് ഒരു ഷോക്കായിരിക്കും. കാരണം ഓൾമോസ്റ്റ് 100%ഓളം തന്നെ മാറി എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്സും അതിൻ്റെ വെയിറ്റേജും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ പാർട്ട് 1 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 40 മാർക്കാണ് മാത്തമാറ്റിക്സിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മാത്തമാറ്റിക്സിൻ്റെ മൊഡ്യൂൾ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 നമുക്ക് ലീനിയർ ആൽജിബ്ര ഉണ്ട്. മൊഡ്യൂൾ 2 കാൽക്കുലസ് ഉണ്ട്. ഇപ്പോൾ കാൽക്കുലസിനാണ് ഈ തന്നിരിക്കുന്ന മൊഡ്യൂൾസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. 12 മാർക്കാണ് കാൽക്കുലസിന് കൊടുത്തിരിക്കുന്നത്. ഈ കാൽക്കുലസിലും നമ്മൾ ഈ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ഫങ്ഷൻസ് അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സാണ്, മാക്സിമ മിനിമ എന്ന ടോപ്പിക്സൊക്കെയാണ്. മൊഡ്യൂൾ 3 4 മാർക്കിന് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഇട്ടിരിക്കുന്നത്. ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ BTech എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസ്, അതേപോലെ സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ്, യൂലർ കോഷി ഇക്വേഷൻസ് എന്നീ ടോപ്പിക്സൊക്കെയാണ് വരുന്നത്. മൊഡ്യൂൾ 4 12 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. മൊഡ്യൂൾ 4 നല്ല വെയിറ്റേജ് ഉള്ളൊരു മൊഡ്യൂളാണ്. അതിൽ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരുന്നത്. പിന്നെ മൊഡ്യൂൾ 5 4 മാർക്കിന് നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്, റെഗുലർ ഫോൾസി മെത്തേഡൊക്കെ പഠിച്ചിട്ടുള്ളതാണ് BTech എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ. അപ്പം ഈ മാത്തമാറ്റിക്സിൻ്റെ പോർഷൻസ് മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് BTech ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി പാർട്ട് 2 എഞ്ചിനീയറിംഗ് ഫിസിക്സ് വരുന്നുണ്ട്. 15 മാർക്കിനാണ് ഫിസിക്സ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 3 മൊഡ്യൂൾസ് ഉണ്ട്. ഓരോ മൊഡ്യൂളിനും 5 മാർക്ക് വീതമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 നമുക്ക് ഒപ്റ്റിക്സ് ഉണ്ട്, അപ്ലൈഡ് ഒപ്റ്റിക്സ് ഉണ്ട്. അതിൽ ലേസേഴ്സ് വരുന്നുണ്ട്, ഫൈബർ ഒപ്റ്റിക്സ് വരുന്നുണ്ട്, ഫോട്ടോണിക്സ് വരുന്നുണ്ട്. മൊഡ്യൂൾ 2 5 മാർക്കിനുള്ളത് നമുക്ക് സെമി കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ് പോലെ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ് വന്നിരിക്കുന്നത്. മൊഡ്യൂൾ 3 വീണ്ടും 5 മാർക്കിന് നമുക്ക് അക്കോസ്റ്റിക്സ് എന്ന ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. അതായത് അൾട്രാസോണിക്സ്, അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ അങ്ങനത്തെ ടോപ്പിക്സൊക്കെ വരുന്നുണ്ട്. പാർട്ട് 3 എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയും നമുക്ക് 15 മാർക്കിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 മൊഡ്യൂളുണ്ട്. ഓരോ മൊഡ്യൂളിനും തുല്യമായി 5 മാർക്ക് വീതമാണ്. അപ്പോൾ മൊഡ്യൂൾ 1 നമുക്ക് നാനോ മെറ്റീരിയൽസ്, ഗ്ലാസ്, പിന്നെ സിവിലിൻ്റെ കുറച്ച് പോർഷൻ, സിമെൻ്റ് ഒക്കെ വരുന്നുണ്ട്, പോളിമേഴ്സ്, ഇതൊക്കെയാണ് മൊഡ്യൂൾ 1 വരുന്നത്. മൊഡ്യൂൾ 2 നമുക്ക് തെർമൽ അനാലിസിസ്, ക്രൊമാറ്റോഗ്രഫി, അതേപോലെ സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അങ്ങനെ കുറച്ച് ടോപ്പിക്സാണ് വരുന്നത്. മൊഡ്യൂൾ 3 കുറച്ചുകൂടി സിമ്പിളാണ്, എൻവയൺമെൻറ്റൽ സയൻസ് ആണ് അതിൽ വരുന്നത്. അതിൽ നമുക്ക് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതേപോലെ സോഴ്സസ് ഓഫ് എനർജി, അതേപോലെ ന്യൂക്ലിയർ പൊല്യൂഷൻ, ഇങ്ങനത്തെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സാണ് വരുന്നത്. ഇതും 5 മാർക്കിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 4 ബിസിനസ് അഡ്മിനിസ്ട്രേഷന് നമുക്ക് 30 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ മൊഡ്യൂൾ ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ മാനേജ്മെൻറ്റ് കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾ പഠിക്കുന്ന സിലബസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ മൊഡ്യൂൾ 1
ഏറ്റവും കൂടുതൽ വെയിറ്റേജ് മൊഡ്യൂൾ 1 ആണ്, 10 മാർക്കാണ്. അതിൽ മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്സ് ആണ് വരുന്നത്. മാനേജ്മെൻറ്റ് കൺസെപ്റ്റ്സ്, അതേപോലെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ലീഡർഷിപ്പ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ആണ് വന്നിരിക്കുന്നത്. മൊഡ്യൂൾ 2 ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റുമാണ്. അപ്പോൾ അതിൽ ഈ കോസ്റ്റ് റിലേറ്റഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ അങ്ങനത്തെ കുറച്ച് പോർഷൻസ് ഒക്കെയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ ക്യാപിറ്റൽ റേഷനിങ്, അങ്ങനെ കുറച്ച് പോർഷൻസ് ആണ് വരുന്നത്. അതിന് 6 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 3 4 മാർക്കിന് അലോട്ട് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ടോപ്പിക്സ് ആണ്. അതിൽ നമുക്ക് ഈ HRD എംപ്ലോയി കോമ്പൻസേഷൻ, അതേപോലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്, അങ്ങനെ കുറച്ച് പോർഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 4 മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. അതിന് 6 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നമുക്ക് ഇതേപോലെ കൺസെപ്റ്റ് ഓഫ് പ്രോഡക്റ്റ്, സർവീസ് മാർക്കറ്റിംഗ് മിക്സ്, ഹോൾസെയിലിംഗ്, റീറ്റെയിലിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ കുറച്ച് പുതിയ ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 5 4 മാർക്കിന് വന്നിരിക്കുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ വാല്യൂ അനാലിസിസ്, വർക്ക് സ്റ്റഡി, ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, അങ്ങനെ കുറച്ച് പോർഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ബന്ധവും ഇല്ല. മൊത്തത്തിൽ തന്നെ സിലബസ് മാറിയിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഡിസ്ഹാർട്ടൻഡ് ആവേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം തൊട്ട് തന്നെ ഈ വന്നിരിക്കുന്ന സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. കട്ട് ഓഫ് ഒക്കെ നന്നായി കുറയുമായിരിക്കുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം കൺഫർമേഷൻ്റെ ഒക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റുഡൻസിന് ഒക്ടോബർ 30 ഇപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്. വിഷമിക്കേണ്ട, ആദ്യം തൊട്ട് നമുക്ക് ഈ സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പം ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു പുതിയ സിലബസിൻ്റെ ഒരു ഡിസ്കഷനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.